ഒരു ഷൂ കമ്പനിയിൽ 2 സെയിൽസ്മാൻമാർ. അപ്പോൾ ഷൂ കമ്പനിയിലെ മാനേജർ ഒരു സെയിൽസ്മാന് കുറച്ച് ഷൂ കൊടുത്തിട്ട് പറഞ്ഞു, നീ അത് മാർക്കറ്റിൽ പോയി വിറ്റിട്ടിടാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മാനേജറോട് വിഷമം പറഞ്ഞു, ഈ നാട്ടിൽ ആരും ഷൂ ഇടുന്നില്ല, എല്ലാവരും ഷൂ ഇടാൻ നടക്കുന്നത്, അപ്പം ഈ ഷൂ വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മാനേജർ, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഷൂ തന്നെ 2ാമത് സെയിൽസ്മാൻ കൊടുത്തു. ഈ സെയിൽസ്മാൻ മാർക്കറ്റിൽ പോയി ഒരു പകുതി ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു, ഷൂ ഒക്കെ വിറ്റിട്ട്. അപ്പോൾ മാനേജർ ചോദിച്ചു, നീ അങ്ങനെ വിറ്റെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ട് പറയും, ഈ നാട്ടിൽ ആരും ഷൂ ഇടുന്നില്ല, അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ഷൂ വിൽക്കാൻ പറ്റി, ഇനിയും കുറച്ച് ഷൂ തന്നെ ഇനിയും ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ ആള് എക്സ്ക്യൂസ് ആണ് കണ്ടെത്തിയത്, 2ാമത്തെ ആള് ഓപ്പർച്യൂണിറ്റിയാണ് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സീറോയുടെ ലാസ്റ്റ് ആണോ അതേ തന്നെയാണ് ഓപ്പർച്യൂണിറ്റിയുടെ ആദ്യവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റികളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ്ക്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. അപ്പോൾ ഈ എക്സ്ക്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നും അതേ പൊസിഷനിൽ ഇരിക്കും. ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവർ ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടും.